സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള പതാക ഉയർത്തൽ കർമ്മത്തിന്റെ മുന്നോടിയായിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട കാസർകോട്ടെ 2 എംപിമാരാണ് നമ്മോടൊപ്പം ചേരുന്നത്. ബഹുമാനപ്പെട്ട AK അഷ്റഫ് MLA, അതുപോലെ തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ MP അടക്കമുള്ള ആളുകൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഈ 100ാം വാർഷികം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സപ്തഭാഷാ സംഗമഭൂമിയായ കാസർഗോട്ട് സമസ്തയുടെ 100ാം വാർഷികം ആഘോഷിക്കാൻ തിരഞ്ഞെടുത്തതിൽ ആദ്യമായി ഞാൻ സമസ്തയെ അഭിനന്ദിക്കുകയാണ്. ഇത് ഇത്രയും വലിയൊരു അവസരം കാസർഗോഡ് ജില്ലയ്ക്ക് ഉണ്ടാക്കി തന്നതിൽ സമസ്തയുടെ നേതാക്കന്മാർ അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. നമുക്കറിയാമല്ലോ, അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബിയുടെ കാലശേഷം അദ്ദേഹം നയിച്ച പാതയിലൂടെ, അദ്ദേഹം തെളിച്ച വഴിയിലൂടെ ഇന്ന് ജനങ്ങളെ നന്മയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് സമസ്ത. ആ സമസ്തയ്ക്ക് ഇതിഹാസോജ്വലമായ 100 വർഷത്തെ പാരമ്പര്യം ഉണ്ടായിരിക്കുന്നു. ആ പാരമ്പര്യവും പൈതൃകവും അനസ്യൂതം അഭംഗുരം തുടരുകയാണ്. ഈ 100ാം വാർഷികത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സാമൂഹ്യ സേവന രംഗങ്ങളിൽ ഏതാണ്ട് 100ഓളം കർമ്മ പദ്ധതികൾ അവരാവിഷ്കരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ കർമ്മ പദ്ധതികൾ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് സമസ്ത ശ്രമിക്കുന്നത്. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, കലാ, കായിക, ജീവകാരുണ്യ മേഖലയിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച സമസ്തയ്ക്ക് എല്ലാ കാലത്തും വ്യക്തമായ കാഴ്ചപ്പാടുകളും നിലപാടുകളുമുണ്ട്. ആ നിലപാടുകളിൽ അടിയുറച്ചു നിന്നാണ് ഈ പ്രസ്ഥാനം പ്രവർത്തകരുടെ ആത്മവീര്യവും ആത്മവിശ്വാസവും കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രസ്ഥാനം മുകളിൽ ആകാശവും താഴെ ഭൂമിയും ഉള്ളിടത്തോളം കാലം ആർക്കും നശിപ്പിക്കാനാവില്ല. ഓരോ ദിവസം കഴിയുന്തോറും ഉയരങ്ങളുടെ കൊടുമുടികൾ താണ്ടി ഈ പ്രസ്ഥാനം ഈ ഇസ്ലാം മതവിശ്വാസികളിൽ രൂഢമൂലമായ ഒരു സ്ഥാനം നേടിയെടുക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ തന്നെ പതാക ഉയർന്ന സന്ദർഭമാണ്. 100ാം വാർഷികത്തോടനുബന്ധിച്ച് 100 പതാകകൾ ഉയർത്തിയിരിക്കുകയാണ്. അത് തന്നെ ഒരു മഹാസംഭവമാണ്. അപ്പോൾ അതിന് സാക്ഷ്യം വഹിക്കാനാണ് ഞാനും AK അഷ്റഫും ഒക്കെ ഇവിടെ എത്തിയിരിക്കുന്നത്. ഞങ്ങൾക്ക് ഈ പതാക ഉയർത്തുന്ന ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ കഴിഞ്ഞത് ജീവിതത്തിലൊരു മഹാഭാഗ്യവും പുണ്യമായി കാണുന്നു. അത് ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭൂതിയായി, ഒരു അനുഭവമായി നമ്മുടെ മനോമുകുരങ്ങളിൽ നിറഞ്ഞു നിൽക്കും എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എന്തായാലും സമസ്ത പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശകരമായ ഒരു സന്ദർഭത്തിൽ കാസർകോട്ടെ ഏറ്റവും മുതിർന്ന ഒരു MP നമ്മോടൊപ്പം ചേർന്നു. വലിയ സന്തോഷം, പ്രവർത്തകർക്ക് വലിയ ആവേശം നൽകുന്ന വാക്കുകളാണ് അദ്ദേഹം നമ്മോട് പറഞ്ഞത്. അതുപോലെ തന്നെ നമുക്ക് അറിയാം, നമ്മുടെ MLA AK അഷ്റഫ് സാർ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഈ 100ാം വാർഷികം നടക്കുന്ന പതാക ഉയർത്തൽ കർമ്മത്തിന്റെ മുന്നോടിയായിട്ടാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സമസ്തയെ കുറിച്ചിട്ട് എന്താണ് ഈ സമകാലിക സന്ദർഭത്തിൽ? തീർച്ചയായും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികത്തിന്റെ ഓരോ നാളുകളും നമ്മൾ എണ്ണി ഇങ്ങനെ കാത്തു നിൽക്കുകയായിരുന്നു. പ്രത്യേകിച്ച് വടക്കേറ്റത്ത് കാസർഗോഡ് ജില്ലയിൽ ബഹുമാനായ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഇതിന്റെ സന്തോഷം വളരെ മനോഹരമായി ഇവിടെ പങ്കുവച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ജില്ല മതേതരത്വത്തിന്റെ ജില്ലയാണ്, മാനവികതയുടെ ജില്ലയാണ്. സമസ്തക്ക് വളരെയേറെ സമ്പന്നമായ ചരിത്രമുള്ള ഒരു ജില്ലയാണ്. ഈ സമ്മേളനം നമ്മുടെ കാലത്ത് നമ്മുടെ കണ്ണുകൊണ്ട് കാണാനുള്ളൊരു മനോഹരമായ ഒരു സമ്മേളനം നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. കെട്ടകാലത്ത് ഈ സൊസൈറ്റിയിൽ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടാണ് 8ാം തീയതി നമ്മുടെ സമ്മേളനം തിരശ്ശീല വീഴുന്നത്. ഇന്നിവിടെ ഇതിൻ്റെ പതാക ഉയർത്തൽ 100 പതാകകൾ ഉയർത്തുന്ന ചടങ്ങിന് വേണ്ടി നമ്മൾ കാത്തു നിൽക്കുകയാണ്. വല്ലാത്ത സന്തോഷം, ചരിത്രത്തിൽ അടയാളം രേഖപ്പെടുത്തുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വളരെയധികം നന്ദി ബഹുമാനപ്പെട്ട MLA.